നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബി പിയുടെ ലെവൽ കൂടുക. എന്നാൽ സ്ഥിരമായിട്ട് ബി പി ഉള്ള ഒരാളല്ല, സ്ട്രെസ്സോ അമിതമായിട്ടുള്ള എന്തെങ്കിലും ഉൾക്കണ്ടയോ ഉള്ള ടൈമിൽ ബി പി കൂടി വരുന്നുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ഹാർട്ട് റേറ്റ് കൂടും, ബി പി കൂടും, പൾസ് റേറ്റ് കൂടും, ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ബി പി കൂടുതലായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലാദ്യം ചെയ്യേണ്ടത് ഈ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയും. നമ്മുടെ കാലുകൾ വാം വാട്ടർ സോക്കിംഗ് എന്ന് പറയും. നമ്മുടെ കാലുകൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ, ഇളം ചൂടുള്ള വെള്ളത്തിൽ കാലുകൾ താഴ്ത്തി വെക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ബി പി ലെവൽ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. എന്നാൽ ബി പിയുടെ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് വന്ന ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി സ്ട്രെസ്സിലാണ് നിങ്ങൾക്ക് ബി പി കൂടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഗുളികയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ 3 മെത്തേഡ് ട്രൈ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ബി പി കൺട്രോളിൽ കൊണ്ടുവരും. നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബി പിയുടെ ലെവൽ കൂടുക. എന്നാൽ സ്ഥിരമായിട്ട് ബി പി ഉള്ള ഒരാളല്ല, സ്ട്രെസ്സോ അമിതമായിട്ടുള്ള എന്തെങ്കിലും ഉൾക്കണ്ടയോ ഉള്ള ടൈമിൽ ബി പി കൂടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് മരുന്നുകൾ ഒന്നുമില്ലാതെ നിങ്ങളുടെ ബി പി നോർമലൈസ് ആക്കാനായിട്ടുള്ള ഒരു 3 സിമ്പിൾ ടിപ്പ്, സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. ബി പി, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഇത് സ്ഥിരമായി ഗുളികകൾ കഴിക്കുന്നവരുണ്ടാവും. അവർ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് മാത്രം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നല്ല പറയുന്നത്. എന്നാൽ ഗുളികയൊന്നും കഴിക്കുന്നില്ല, എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 120/80 നോർമൽ ബി പി വാല്യൂ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് ഡയാസ്റ്റോളിക് പ്രഷറിൻ്റെ വാല്യൂ ആണ് അത്. എന്നാൽ അത് 140, 160 അങ്ങനെ ടെൻഷൻ ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്ന ടൈമിൽ ഇങ്ങനെ കൂടി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി പി ലെവൽ 5 മിനിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെ സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. പൊതുവേ നമ്മുടെ ബി പി കൂടുന്ന ടൈമിൽ നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ബോഡി റിലാക്സ് മോഡിലോട്ട് പോകും. അപ്പോൾ എന്താണ് ഈ വേഗസ് നെർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവ്സ് എന്നൊരു ഘടകമുണ്ട്. ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടെൻഷൻ ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ സ്ട്രെസ് അമിതമായിട്ടുള്ള ടൈമിൽ നമ്മുടെ ബോഡി ഒരു സർവൈവൽ മോഡിലോട്ടാണ് പോവുക. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഒരു സർവൈവൽ മോഡിലോട്ടാണ് പോവുക. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്, ഒന്നെങ്കിൽ അതെങ്ങനെയെങ്കിലും അതിജീവിക്കണം എന്നുള്ള ഒരു മോഡിലാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ഹാർട്ട് റേറ്റ് കൂടും, ബി പി കൂടും, പൾസ് റേറ്റ് കൂടും, ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ഇതെല്ലാം തന്നെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ 2 ടൈപ്പിലുള്ള നെർവസ് സിസ്റ്റംസ് ആണ്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. അപ്പം സിമ്പത്തറ്റിക് ആണ് ഇങ്ങനെയുള്ള ടൈമിൽ, ബി പി കൂടുന്ന ടൈമിൽ ആക്ഷനിൽ വരുന്നത്. അപ്പം നമ്മൾ ബി പി കുറയ്ക്കാനായിട്ട് ഈ വേഗസ് നെർവിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ വേഗസ് നെർവിൻ്റെ പ്രവർത്തനം എന്താണ്? ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു താപനില നോർമലൈസ്ഡ് ആക്കും, അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും, ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റെ ആ ഒരു സ്പീഡും കുറയ്ക്കും. അതിൻ്റെ കൂടെ തന്നെ ശരീരം ഒരു റിലാക്സേഷൻ മോഡിലോട്ട് പോകും. ഇനി വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൈജഷൻ അതൊക്കെ നോർമലാവും. ഇതാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ്, നമ്മുടെ വേഗസ് നെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ബി പി പെട്ടെന്ന് കൂടി ചെക്ക് ചെയ്യുന്ന ടൈമിൽ ബി പി കൂടുതലായിട്ട് കാണുന്നു, നമുക്ക് തന്നെ ഫീൽ ചെയ്യാം ബി പി കൂടുതലായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലാദ്യം ചെയ്യേണ്ടത് ഈ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 4-7-8 മോഡാണ്. അതായത് ഇൻഹെയിലിംഗ്, നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് വലിക്കുന്നത് ഒരു 4 സെക്കൻഡ് കംപ്ലീറ്റ് അങ്ങനെ ഉള്ളിലോട്ട് വലിക്കാം. അതേപോലെ തന്നെ അതൊരു 7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാം. ബ്രീത്ത്, നമ്മുടെ ശ്വാസം ഉള്ളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം, എന്നിട്ട് അത് ശ്വാസം പുറത്തോട്ട് വിടാം, അത് 8 സെക്കൻഡ് പുറത്തോട്ട് വിടാം. ഇത് ഒരു 3 to 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വേഗസ് നെർവ്, ശരീരത്തിൻ്റെ വേഗസ് നെർവ് നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുന്നത് എല്ലാം ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം ഒരു റെസ്റ്റ് മോഡിലോട്ട് പോവും. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കാലുകൾ, വാം വാട്ടർ സോക്കിംഗ് എന്ന് പറയും. നമ്മുടെ കാലുകൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ, ഇളം ചൂടുള്ള വെള്ളത്തിൽ കാലുകൾ താഴ്ത്തി വയ്ക്കുക. എന്താണ് ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത്? പൊതുവേ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ ചൂട് കൂടുതലുള്ളത് അവിടെ രക്തയോട്ടം കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഫീവർ, ഒരു ടെമ്പറേച്ചർ കൂടുന്ന ടൈം, ഒരു പനി വരുന്ന ടൈമിൽ നമ്മുടെ തലയോട്ടിക്കാണ്, നമ്മുടെ മസ്തിഷ്കത്തിൽ ബ്രെയിനിലോട്ടാണ്
രക്തയോട്ടം വളരെയധികം കൂടുന്നത്. ചൂടുള്ളത് എവിടെയാണോ അവിടെ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ ചെയ്ത് അവിടേക്ക് കൂടുതലായിട്ടും രക്തയോട്ടം കൂടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ബി പി കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബി പി കൂടുതലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കാലുകൾ ഇളം ചൂടുവെള്ളത്തിൽ കാലുകളൊന്ന് താഴ്ത്തി വയ്ക്കുക. ഈ ഒരു ടൈമിൽ നമ്മുടെ രക്തയോട്ടം, കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ കാലിലോട്ടാണ് ആക്ഷൻ ഉണ്ടാവുക. എവിടെയാണോ ചൂട് കൂടുതലുള്ളത്, ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻസ് വരുമ്പോഴും എവിടെയാണോ ചൂടുള്ളത് അവിടെ രക്തയോട്ടം കൂടുന്നുണ്ടാവും. അപ്പോൾ അത് ചുവന്ന് തടിച്ചിട്ടാണ് ആ ഭാഗം കാണുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലിലെ രക്തയോട്ടം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലോട്ടുള്ള ആ രക്തയോട്ടത്തിൻ്റെ ആ ഒരു തീവ്രത കുറഞ്ഞിട്ട് അത് ഒന്ന് സോഫ്റ്റനായി കാലിലോട്ടുള്ള രക്തയോട്ടം കൂട്ടും. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ബി പി ലെവൽ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അക്യുപ്രഷർ പോയിൻ്റ് ആയിട്ടുള്ള നമ്മുടെ LI4 എന്ന് പറയും, ലാർജ് ഇൻറ്റസ്റ്റൈൻ 4. ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തള്ളവിരലും അതേപോലെ തന്നെ ചൂണ്ടുവിരലും, ഇതിന് രണ്ടിൻ്റെയും നടുവിലായിട്ടുള്ള ഈ ഒരു പോർഷൻ, ഈ ഭാഗത്ത് ഒരു 2 സെക്കൻഡ് സർക്കുലർ മോഷനിൽ റൗണ്ടായിട്ട് ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് തീർച്ചയായിട്ടും നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതുവഴി നമ്മുടെ പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞ ആ ഒരു നെർവസ് ആക്ഷനിൽ വരികയും ബി പി കുറയ്ക്കാനും അതേപോലെ തന്നെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും സഹായകരമാക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു അക്യുപ്രഷർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ലോബുകളാണ്. അതായത് നമ്മുടെ ചെവിയുടെ ആ ഒരു പോർഷൻ, ഈ കാർട്ടിലേജിനസ് ഈ പോർഷനിൽ നമ്മൾ കൂടുതലായിട്ടും പ്രഷർ കൊടുക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും ഇത് വേഗസ് നെർവിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. കാരണം നമ്മുടെ വേഗസ് നെർവിൻ്റെ ആ ഒരു നെർവ്സിൻ്റെ സർക്കുലേഷൻ ഈ ഇയർ ലോബിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രഷർ കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിൽ തന്നെ ബി പി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായകരമാകുന്ന ഒന്നാണ്. ഇനി സ്ഥിരമായിട്ട് ബി പിക്ക് ഗുളിക കുടിക്കുന്നവരാണ്, അവർക്ക് പെട്ടെന്ന് കുറയണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും ബി പിയുടെ ഗുളിക നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ആ ഒരു ആക്ഷൻ കൊണ്ട് മാത്രമായിരിക്കും ബി പി കൺട്രോളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഈ എക്സസൈസ് ചെയ്തു, ഞാൻ ഡോക്ടർ പറഞ്ഞ ഈ അക്യുപ്രഷർ പോയിൻ്റൊക്കെ ചെയ്തു, ഇനിയിപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അത് ചെയ്യരുത്. കാരണം ഷുഗർ കൂടുന്ന പോലെയല്ല ബി പി കൂടുന്നത്. ബി പി കൂടുന്നത് പെട്ടെന്നായിരിക്കും ആ ഒരു സ്ട്രോക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മസ്തിഷ്കത്തിലോട്ടുള്ള രക്തയോട്ടം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി അത് മരണത്തിന് വരെ കാരണമായേക്കാം. അപ്പോൾ ബി പിയുടെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ദയവ് ചെയ്ത് അത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ നിങ്ങളത് നിർത്തരുത്. എന്നാൽ ബി പിയുടെ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് വന്ന ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി സ്ട്രെസ്സിലാണ് നിങ്ങൾക്ക് ബി പി കൂടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഗുളികയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ 3 മെത്തേഡ് ട്രൈ ചെയ്താൽ മാത്രം മതി, നിങ്ങളുടെ ബി പി കൺട്രോളിൽ കൊണ്ടുവരും. ഇനി സ്ഥിരമായിട്ട് ബി പിക്ക് ഗുളിക കഴിക്കുന്നവർ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് വെളുത്തുള്ളി വളരെ ഇഫക്റ്റീവാണ്. ഇത് ആലിസിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുമുണ്ട്. മാത്രമല്ല ഇത് ധമനികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകൾ, പലപ്പോഴും ബി പി കൂടാനായിട്ടുള്ളൊരു റീസണായിട്ട് വരുന്നത് അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു ധമനികളിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു മെഴുക് പോലെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്നതുകൊണ്ട്, അതും LDL കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് നമ്മുടെ ഹാർട്ടിന്, ഹൃദയത്തിന് കൂടുതലായിട്ടും പ്രഷർ ചെലുത്തേണ്ടി വരുന്നു ആ ഒരു ധമനികളിലൂടെ ബ്ലഡ് കടത്തിവിടാനായിട്ട്. അതുകൊണ്ടാണ് ബി പി റേസ്ഡ് ആവുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു ആക്ഷൻ നമ്മുടെ ഈ അലിസിൻ എന്ന് പറഞ്ഞ നമ്മുടെ വെളുത്തുള്ളി അത് വളരെയധികം ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ ചതച്ച് രാവിലെ എടുക്കുന്നത് നല്ലതാണ്. അത് എടുക്കുന്ന ടൈമിൽ ചതച്ച ഉടനെ നമ്മളത് ഉപയോഗിക്കരുത്, ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അങ്ങനെ ചെയ്യുന്ന ടൈമിലാണ് അലിസിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കാനായിട്ട് സഹായകരമാവുന്നത്. ബി പി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ അലിയം സറ്റൈവ എന്ന് പറഞ്ഞ ഗാർലിക്, ആക്ച്വലി അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസും നമ്മൾ കൊടുക്കാറുണ്ട്, വളരെ ഇഫക്റ്റീവാണ്. അതും എടുക്കാം. അതേപോലെ തന്നെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള നമ്മുടെ പഴങ്ങൾ, ബനാന, യൂഷ്വൽ ബനാന എല്ലാം തന്നെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ളതാണ്. ഇതും ബി പി കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എടുക്കാവുന്ന ഒരു ഭക്ഷണമാണ്. ബി പി സ്ഥിരമായിട്ടുള്ളവർ, ബ്ലഡ് പ്രഷർ സ്ഥിരമായിട്ടുള്ളവർക്ക് ഞാൻ പ്രധാനമായിട്ടുള്ള കാരണം പറഞ്ഞത് ഈ ഒരു കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിഷൻ കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ, ലിപ്പിഡ് പ്രൊഫൈൽ സ്ഥിരമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കൂടുതലുണ്ടോ, LDL ആണോ കൂടുതൽ, HDL ആണോ കൂടുതൽ എന്നുള്ളത് ചെക്ക് ചെയ്തതിൽ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് എന്ന് പറയും, അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. അത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, സേഫ്റ്റിക്ക് വളരെ നല്ലതാണ് ഈ ഒരു കൊളസ്ട്രോൾ. അപ്പോൾ HDL കൂട്ടും വേണം. അതേപോലെ LDLയുടെ ലെവൽ
പരമാവധി കുറയ്ക്കുകയും വേണം. അപ്പം നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. എന്നാൽ റെഡ് മീറ്റ് ഒക്കെ ബി പി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് മാത്രമല്ല കുറയ്ക്കേണ്ടത്, ഉപ്പ് ഒരു ദിവസം ഒരു 5 ഗ്രാമിന് താഴെ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുക. റെഡ് മീറ്റിൽ ബീഫ്, പോർക്ക്, മട്ടൺ ഇത് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യുക. ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കൻ എടുക്കാം. അതേപോലെ തന്നെ നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ചെറുമത്സ്യങ്ങളും എടുക്കാം. ഉപ്പിൻ്റെ അളവ് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യുക. അങ്ങനെ ഉപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഹിമാലയൻ റോക്ക് സോൾട്ട്, അങ്ങനെ പിങ്ക് സോൾട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല, ചിലപ്പോൾ അച്ചാറ്, പപ്പടം, അതേപോലെ സ്നാക്സ്, ഈ കഴിക്കുന്നതിലൊക്കെ തന്നെ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ച് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി മുതൽ ബി പി പെട്ടെന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും കൂടി കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ മരുന്നെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ബി പി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ കാം എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.